വ്യായാമം പഠിക്കേണ്ട എന്ത് ഗതികേടാണ് നമുക്കുള്ളത്? അതിൽ നിന്ന് എക്സർസൈസ് പഠിക്കേണ്ട എന്താ ആവശ്യമാണുള്ളത്? അപ്പൊ അത് വെറുതെ ഒരു വാദം മാത്രമാണ്. ഇത് എക്സർസൈസിന് വേണ്ടി മാത്രമല്ല. ഇത് അതിനോടുള്ള ഒരു അനുരാഗാത്മകമായ ഭ്രമത്തിന്റെ, അതിന് എന്തോ മഹത്വമുണ്ട് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, പഠിപ്പിക്കപ്പെടുന്ന, പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണിത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശാസ്ത്രീയമായി അതിന് അടിത്തറകളൊന്നുമില്ല. ശാരീരികമായി തന്നെ ശാസ്ത്രീയമായി അതുകൊണ്ട് ഗുണഫലങ്ങളൊന്നുമില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ യോഗമുറ കൊണ്ട് എന്തെങ്കിലും ശാസ്ത്രീയമായ നേട്ടമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് യോഗയല്ല. അതങ്ങനത്തെ ഒരുപാട് എക്സർസൈസുകൾ ഉണ്ടാവും. ആ എക്സർസൈസുകൾ പഠിച്ച് ചെയ്യാനല്ലാതെ യോഗയെ ഒരു ബേസായി എടുത്തുകൊണ്ട്, അതിന്റെ ഒരു മാനദണ്ഡമായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് നമ്മളൊരു വ്യായാമ പദ്ധതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏതായാലും ശരിയല്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്, യുക്തിവിരുദ്ധമാണ്, നമ്മൾ പിന്നെ അന്ധവിശ്വാസപരമാണ്, ഒരു പിന്തിരിഞ്ഞ നടത്തമാണ്, വളരെ പിന്തിരിപ്പനായ ഒരു ഏർപ്പാടാണ്. അത് ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളിത് നോക്കിക്കാണേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ ശരീരത്തെ പിടിച്ചു നിർത്തിയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നു മോഡേൺ മെഡിക്കൽ സയൻസ് അത് ശാസ്ത്രീയമായി തെളിയിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാനല്ലാതെ അതിന് യോഗയും പ്രാചീന ഭാരതമായിട്ടൊന്നും പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ അത് ഒരു വശത്ത് ആരാധനാപരമായ, മതപരമായ, അന്ധവിശ്വാസപരമായ കാര്യമാണ്. പിന്നെ ഈ യോഗ എന്നൊക്കെ പറഞ്ഞ് പരിശീലിച്ചത് എന്താണ്? ഇതിന്റെ കുറേ ഗുരുക്കന്മാരുണ്ടല്ലോ. ഇപ്പോൾ ശ്രീ രവിശങ്കർ, ബാബ രാംദേവ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടുവെക്കുക. ഇത് അദ്വൈതമാണ്. അടിസ്ഥാനപരമായി ഇത് അദ്വൈതമാണ്. എന്ന് പറഞ്ഞാൽ പടച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പുറത്തുള്ള ഒരു അസ്തിത്വമല്ല. ബ്രീത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള ഒരു കാര്യമാണ് എന്ന അന്ധവിശ്വാസത്തിന്റെ, ബഹുദൈവാരാധനാപരമായ അന്ധവിശ്വാസത്തിന്റെ അടിത്തറയിൽ നമ്മളുടെ ശ്വാസത്തെ പല രീതിയിൽ നിയന്ത്രിച്ചാൽ, പല രീതിയിൽ പുറത്തേക്ക് വിട്ടാൽ, അതിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മൾ ദൈവ സാക്ഷാത്കാരം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ ദൈവത്തിൽ ലയിച്ചു ചേരുന്ന അനുഭൂതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന തീർത്തും അദ്വൈതപരമായ, അദ്വൈതം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ഒരു ഹിന്ദു ഫിലോസഫിയാണ്. പടച്ചോ എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഭാഗമാണെന്ന് പറയുന്ന ഒരു ഹിന്ദു ഫിലോസഫിയാണ്. അതിന്റെ അടിത്തറയിലുള്ള ഒരു ഏർപ്പാടാണ് മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ, ആത്മീയമായ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അതിനാണെന്ന് പറയുന്നത്. കേട്ടില്ലേ? ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ, യോഗക്ക് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ യോഗ ചെയ്തതിനു ശേഷം ഭയങ്കര മനസ്സമാധാനം എന്ന് പറയുന്ന ആൾക്കാർ. ആരാത് പറയണത്? ജീവിതത്തിൽ സങ്കടം ഉണ്ടാവുന്ന സമയത്ത് ബിലാലെ ഒന്ന് ബാങ്ക് കൊടുക്കുമോ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ അതിനുള്ള പരിഹാരം 2 റക്അത്ത് നിസ്കരിക്കലായിരുന്നു. ആ നമസ്കാരത്തിൽ പടച്ചവന്റെ മുന്നിൽ കൈയ്യട്ടി നിൽക്കുന്നതിലൂടെ, പടച്ചവനോട് സംസാരിക്കുന്നതിലൂടെ, അവന് മുമ്പിൽ കുമ്പിടുന്നതിലൂടെ, സുജൂദിൽ കിടക്കുന്നതിലൂടെ, സുജൂദിൽ കിടന്ന് പടച്ചവന്റെ മുന്നിൽ കരയുന്നതിലൂടെ മനസ്സമാധാനം കിട്ടുമെന്ന് പഠിപ്പിച്ച മഹാപ്രവാചകന്റെ അനുയായികൾ എന്നു മുതലാണ് ഇത്തരം തട്ടിപ്പ് പാക്കേജുകളുടെ പിറകിൽ പോയി ക്യൂ നിൽക്കുന്ന ദുരവസ്ഥയിലേക്ക് അധപ്പതിച്ചത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് സമാധാനം കിട്ടേണ്ടത് അവിടുന്നാണ്.